മാളൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മണിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. മണിപ്പുട്ടിലേക്ക് ആവശ്യമുള്ള പൊടിയാണ്. അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് വേണ്ടത് നമുക്ക് വെള്ളമാണ്. അതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് അതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് പൊടിയിൽ വെച്ച് കൊടുക്കാം. പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചേശ്ശെ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. വല്ലാണ്ട് വെള്ളം കൂടിയാലും മണിപ്പുട്ടിനെ പിടിക്കാനൊരിച്ചിരി ബുദ്ധിമുട്ട് വരും. എന്നാൽ നന്നായി ആവും വേണം. ഒരുവിധം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര വെള്ളം മതി. ചൂട്ടോടെ തന്നെ കുഴച്ച് സെറ്റാക്കിയാലും പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് കുഴച്ച് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പിഴിഞ്ഞെടുക്കാനാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല കുഴച്ചെടുക്കാം. വളരെ ടേസ്റ്റ് കൂടാനായിട്ട് നല്ലതാണ്. നമുക്കെപ്പോഴും മണിപ്പൂട്ടിന് ഇത്തിരി നാളികേരം അതിലുണ്ടായാലാണ് അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. നാളികേരപ്പാലിലിട്ട് തിന്നാലും ഈ നാളികേരം കൂടിയും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ജീരകം നാളികേരം കൂടിയും കടിക്കുമ്പോൾ പുട്ടിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ മണിപ്പൂട്ടിനുള്ള പൊടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഓരോ കൊച്ചു മണികളായിട്ട് ഇങ്ങനെ പൊട്ടിയെടുക്കണം. വേണ്ട, വേഗം നല്ല ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ചെറിയ ബോളുകളായിട്ട് പാലിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാതും അങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ മണിപ്പുട്ടിൻ്റെ എല്ലാ മണികളും ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞു. മണി പിടിക്കാൻ മാത്രമാണ് ഇത്തിരി പാടുള്ളൂ. ബാക്കി വളരെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറ്. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്. ഈ പൊടി നാളികേരം ജീരകമൊക്കെ ഉള്ള കാരണമായിരിക്കാം നല്ല മണമാണ് വരിക. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാണാനും കളർഫുള്ളാണ്. അപ്പോൾ തന്നെ വേവിച്ചെടുക്കാൻ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ഈ തട്ടിനെ ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റാം. ഇനി അപ്പോൾ നമ്മുടെ മണിയൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിച്ച് കഴിഞ്ഞു. ഇച്ചിരി സമയം വേണം. ഇതൊന്നും ഇങ്ങനെ മണി പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും വളരെ ടേസ്റ്റായിട്ട് നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെ വിഷമമൊക്കെ മാറി കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെമ്പിൽ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിനെ അതിലേക്ക് വയ്ക്കാം.
അതവിടെ അടച്ചു കൊടുത്ത് വേവിക്കുക. മണിക്കൂട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നാളികേരത്തിലൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ഒന്നാം പാല് മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അധികം വെള്ളമൊന്നും പാടില്ല. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ആ നാളികേരത്തിനൊന്ന് അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം. പച്ചെടുത്തിട്ട് അത് പിഴിയാൻ എളുപ്പത്തിന് ചതച്ചെടുത്താണ് കേട്ടോ. ഇനി അതിൻ്റെ ഒന്നാം പാല് നമുക്ക് നന്നായി പിഴിഞ്ഞെടുക്കാം. നല്ല കുറുകിയ പാൽ തന്നെ വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഒന്നാം പാലിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയധികം പഞ്ചസാര തന്നെ ഇടാൻ, മധുരം ഇത്രയധികം വേണം. പറഞ്ഞാൽ നല്ല മധുരമല്ല, ഒരു മീഡിയം മധുരം ഉണ്ടായാലാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് വരുന്നത്. വല്ലാണ്ട് മധുരമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത്തിരി മധുരം കുറഞ്ഞാലും രസം ഉണ്ടാവില്ല. നമ്മുടെ മണിപ്പുട്ട് നന്നായി വെന്ത പാകമായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ചൂടാറുമ്പോഴാണ് അതിലേക്ക് ഇടാൻ നല്ലത്. അപ്പോൾ ഞാനതിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കട്ടെ. നല്ല വെന്ത് നല്ല സ്മൂത്തുമാണ്. ഇതിനിങ്ങനെ നാളികേരപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം.